പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഘർഷം. നാഷണൽ ജനതാദൾ പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഈ സംഘർഷത്തിന് കാരണമായത്? പാലക്കാട്ടെ BJP പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ BJP ഭരിക്കുന്ന നഗരസഭയും AB വാജ്പേയി നഗരസഭ ബസ് സ്റ്റാൻഡ് എന്ന പേരായിരുന്നു ഇട്ടിരുന്നത്. അത് അനുവദിക്കാൻ കഴിയില്ല, ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്ന് നാഷണൽ ജനതാദൾ പ്രവർത്തകർ പറയുകയായിരുന്നു. അവർ മഹാത്മാഗാന്ധിയുടെ ചിത്രവുമായാണ് ഈ മേഖലയിലേക്ക് വന്നത്. ഈ ബസ് സ്റ്റാൻഡിന്റെ പേര് മഹാത്മാഗാന്ധി ബസ് സ്റ്റാൻഡ് എന്ന് ആക്കിയാണ് നാഷണൽ ജനതാദൾ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് 2.6 കോടി രൂപ ചിലവിലാണ് ഇത് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നമുക്ക് അവരുടെ പ്രതികരണം കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ ആവശ്യം? പാലക്കാട് നഗരസഭയിൽ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് ഇനി കളമൊരുങ്ങില്ല. ഇപ്പോൾ BJPയുടെ വർഗീയ രാഷ്ട്രീയം കാരണം നമ്മുടെ പാലക്കാട് നഗരസഭയുടെ VK ശ്രീകണ്ഠൻ MP ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയ ഈ കെട്ടിടത്തിന് മറ്റേ വാജ്പേയി ബസ് ടെർമിനൽ എന്ന് പേര് കൊടുത്തത് തന്നെ ഏകാധിപത്യ വർഗീയ മഹാത്മാഗാന്ധി ബസ് സ്റ്റാൻഡ് എന്ന് തിരിച്ചു പേരിട്ടു. മഹാത്മാഗാന്ധി ബസ് ടെർമിനൽ എന്ന് ഒരു ഏകദേശം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഭരണം തിരിച്ചു പിടിച്ച് ഞങ്ങൾ ഇടും എന്നുള്ളതാണ് ഈ കാണുന്ന ജനസാഗരം നിങ്ങൾക്ക് സാക്ഷി വഹിക്കാം. അതാണ് പറയുന്നത്. വലിയ പ്രതിഷേധം ഈ മേഖലയിലുണ്ട്. തൊട്ടപ്പുറത്ത് BJPയുടെ കൗൺസിലർ സ്മിതേഷ് അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധം. ുമായി കയർക്കുന്ന യുവജനതാദൾ പ്രവർത്തകരെ ക്ഷണിക്കുന്ന നാഷണൽ ജനതാദൾ പ്രവർത്തകരെയാണ് കാണുന്നത്. വലിയ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ ചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഞങ്ങള് BJP പ്രവർത്തകർ നിങ്ങളെ ഉപദ്രവിക്കുക, അവർ പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ്. ഒരു പ്രശ്നമല്ല. ഈ ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ ഈ നിലവിലെ സ്ഥിതിക്ക് കാരണം 165 ദിവസം ഞങ്ങൾ പാവപ്പെട്ട ജനതാദളിന്റെ നാഷണൽ ജനതാദളിന്റെ പ്രവർത്തകന്മാർ രാവും പകലും മഴയത്തും വെയിലത്തും ഇവിടെ നിന്ന് പോരാടി മുനിസിപ്പൽ ഓഫീസിലേക്കടക്കം സമരം ചെയ്ത് പോലീസിന്റെ മർദ്ദനമേറ്റ് നേടിയെടുത്ത ഒരു വിജയമാണ്. ഇതിവിടെ പൊളിച്ചിട്ടതായിരുന്നു, ഇവിടെ പശുക്കളെ കെട്ടലായിരുന്നു. അതുകൊണ്ട് ശരി ശ്രീജിത്ത്, ഏതായാലും പാലക്കാട് ഒരു സംഘർഷാവസ്ഥ അതിന് നിലവിലായി വന്നിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.